കണ്വാശ്രമത്തിൽ നിന്ന് സിദ്ധവലി ഹനുമാൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഹിമാലയത്തിലെ ലാൻസ്ഡൗൺ ഭാഗത്തു നിന്നുള്ള മലനിരകളിൽ നിന്നുത്ഭവിച്ച് താഴേക്ക് വരുന്ന നിരവധി അരുവികളും ചെറിയ നദികളുമുണ്ട്. പക്ഷേ പലതും മഴക്കാലത്ത് മാത്രമേ വെള്ളം നിറഞ്ഞ് കാണപ്പെടുന്നുള്ളൂ. മഴക്കാലം കഴിഞ്ഞാൽ വരണ്ടുണങ്ങിയാണ് ഇവയൊക്കെ കാണപ്പെടുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് പൗഡി ഗഡ്വാൾ ഹിമാലയ നിരകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1780 മീറ്റർ ഉയരമുള്ള പർവ്വത ശൃംഖലയാണ് ലാൻസ്ഡൗൺ. ഓക്കുമരങ്ങളും ദേവദാരു മരങ്ങളും നിറഞ്ഞ മലനിരകളാണ് അധികവും. 1887 തുടങ്ങിയ ബ്രിട്ടീഷ് മിലിറ്ററി കന്റോൺമെന്റ് ആയിരുന്നു ലാൻസ്ഡൗൺ. ഇന്നത് ഗഡ്വാൾ റെജിമെന്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഇത് കോട്ട്ദ്വാറിലെ ഒരു ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജാണ്. ഒരു ലോ കോളേജിന്റെ പ്രചരണാർത്ഥം ഈ PG കോളേജിന് മുൻപിൽ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഇതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. കോട്ട്ദ്വാറിനെ ഗഡ്വാൾ ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടമായാണ് കരുതുന്നത്. കോട്ട്ദ്വാർ പൗഡി റോഡിൽ ഖോ നദിക്കപ്പുറത്തായി ഒരു കുന്നിനു മുകളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഹനുമാൻ ക്ഷേത്രമാണ് സിദ്ധവലി ഹനുമാൻ ക്ഷേത്രം. കോട്ട്ദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. പാലം കടന്നെത്തുന്നത് വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ്. അതിനടുത്ത് ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള കൗണ്ടറുമുണ്ട്. ഈ പ്രധാന കവാടത്തിലൂടെ കുറച്ചധികം പടികൾ കയറി വേണം കുന്നിനു മുകളിലെ ക്ഷേത്രത്തിലെത്താൻ. പ്രായമായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പടികൾ കയറി എത്താൻ. ഒരു ലിഫ്റ്റിന്റെ പണി നടന്നു വരുന്നതേയുള്ളൂ. ഇവിടെ വലതുവശത്തായി കടകളും കാന്റീനുമുണ്ട്. കുറച്ച് മുകളിലെത്തിയാൽ ഒരു ഫസ്റ്റ് എയ്ഡ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിന്നും കുറച്ചുകൂടി പടികൾ കയറിയാൽ നേരെ മുകളിലെ ക്ഷേത്രത്തിലെത്താം. സ്കന്ദപുരാണത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ അന്നിവിടെ ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല. 1980 ഈ ക്ഷേത്രവും ഇന്ന് കാണുന്ന ഹനുമാൻ പ്രതിഷ്ഠയും നിർമ്മിച്ചത്. അതിനു മുൻപ് നദിക്കരയിലെ ഈ കുന്നിനു മുകളിൽ ഒരു പാറയെയാണ് ഹനുമാന്റെ പ്രതിരൂപമായി ആരാധിച്ചിരുന്നത്. ഗോരഖ്നാഥ് എന്ന സിദ്ധപുരുഷന്റെ തപസ്ഥലമായിരുന്നു അന്നിവിടം. ഭക്തർ കൊണ്ടുവരുന്ന ചുവന്ന തുണി ഇങ്ങനെ ക്ഷേത്രത്തിനരികിൽ കെട്ടിവെക്കുന്നത് ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും കാണാം. മേഘനാഥന്റെ അസ്ത്രമേറ്റ് മോഹാലസ്യപ്പെട്ട ലക്ഷ്മണനെ രക്ഷിക്കാനായി മൃതസഞ്ജീവനി തേടി ഹിമാലയത്തിലേക്ക് വന്ന ഹനുമാൻ ഇതുവഴിയാണ് പോയതെന്നാണ് വിശ്വാസം. ചെറിയ ക്ഷേത്രമാണ്. ക്ഷേത്രത്തിനെ ഒന്ന് ചുറ്റി വരികയാണ്. ചുറ്റും ഹനുമാനെ ആരാധിക്കുന്നതിനുള്ള ശ്ലോകങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് ഹനുമാൻ സ്വാമിക്ക് പ്രധാന ദിവസം. അന്ന് ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തുന്നു. രണ്ട് പൂജാരിമാരാണ് ക്ഷേത്രത്തിലുള്ളത്. ശർക്കരയും ലഡുവുമാണ് നേദിക്കാനായി ഭക്തർ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രസാദമായി തിരിച്ചു കൊടുക്കുന്നത്. ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗത്ത് രാമായണത്തിലെ ചില രംഗങ്ങൾ വെച്ചിരിക്കുന്നു. ഒപ്പം ശിവപാർവതിമാരുടെ ചിത്രങ്ങളും.
ഹനുമാനെ ശിവന്റെ തന്നെ ഒരു അവതാരമായാണ് കരുതുന്നത്. വനത്തിൽ നിന്നും ഖോ നദി ഒഴുകി വരുന്നത് കാണാം. ഇതാണ് താഴേക്കിറങ്ങാനുള്ള പടികൾ. ഇറങ്ങിച്ചെല്ലുന്നതിന്റെ അടുത്തു തന്നെയാണ് റിസപ്ഷൻ. നേരെ മുന്നിലുള്ളതാണ് ശിവപ്രതിഷ്ഠ. ഇവിടെ ഒരു സ്ഫടിക ശിവലിംഗമുണ്ട്. മഞ്ഞുറഞ്ഞാണ് സ്ഫടികം ഉണ്ടാകുന്നത്. നന്ദിയുടെ കാതിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുകയാണ് ചില ഭക്തർ. നന്ദികേശൻ അതെല്ലാം ശിവനെ അറിയിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ ഒരു സന്യാസി ഇരിപ്പുണ്ട്. ഇനി നേരെ മുന്നിൽ ഒരു ആലിൻ ചുവട്ടിലായാണ് ശനിദേവ പ്രതിഷ്ഠ. ഇവിടെ നിന്നും ഖോ നദിയിൽ കുളിക്കുന്ന ചിലരെ കാണാം. ഈ ശനിദേവ പ്രതിഷ്ഠയ്ക്കരികിലും ഒരു പൂജാരി ഇരിപ്പുണ്ട്. ഇതാണ് ചുറ്റുമുള്ള കാഴ്ച. ചിത്രീകരണം കുട്ടികൾക്ക് കൗതുകമുളവാക്കുന്നു. അവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. जय श्री राम को दो। जय श्री राम। ഇവിടെയാണ് ക്ഷേത്രത്തിലെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഭണ്ഡാര, അതായത് അന്നദാന സ്ഥലത്തേക്കുള്ള വഴി. വിശേഷ ദിവസങ്ങളിൽ വലിയ വരിയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇതാണ് പാചകശാല. സാധാരണ ദിവസങ്ങളിൽ പൂരിയും സബ്ജിയുമാണ് നൽകുന്നത്. ഈ കുടുംബമാണ് ഇന്നത്തെ വഴിപാടായി അന്നദാനം ചെയ്യുന്നത്. കുടുംബാംഗങ്ങൾ സ്വയം തന്നെയാണ് ഭക്ഷണം വിളമ്പുന്നത്.
2030 വരെയുള്ള എല്ലാ ദിവസങ്ങളിലെയും അന്നദാനം ഇപ്പോൾ തന്നെ അഡ്വാൻസായി ബുക്ക് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഭക്തർ തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള നേർച്ച എന്ന നിലയിലാണ് ഇത് നടത്തുന്നത്. വിശേഷ ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ കുടുംബങ്ങൾ ടെന്റുകളൊക്കെ തയ്യാറാക്കിയാണ് ഭക്ഷണം പാചകം ചെയ്ത് വിളമ്പുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾ കുടുംബസമേതം ഇവിടെ വന്ന സമയം അതുപോലെ വളരെ തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ധർമ്മശാലയാണിത്. 500 രൂപയാണ് മുറിവാടക. ഇനി യാത്ര ദുർഗാക്ഷേത്രത്തിലേക്കാണ്. പൗഡി റോഡിലൂടെ തന്നെയാണ് ലാൻസ്ഡൗണിലേക്കും പോകുന്നത്. സിദ്ധബലി ക്ഷേത്രത്തിൽ നിന്നും 9 കിലോമീറ്ററോളം ദൂരെയാണ് ദുർഗാക്ഷേത്രം. വനത്തിലൂടെ തന്നെയാണ് റോഡ് പോകുന്നത്. വഴിയിൽ പലയിടത്തും ആനച്ചാലുകൾ ഉള്ളതുകൊണ്ട് സൂക്ഷിച്ചു വേണം പോകാൻ. മലമുകളിൽ വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് മൂലം മൃഗങ്ങൾ ഖോ നദിയിലേക്കാണ് വരുന്നത്. നദിക്കരികിലൂടെ തന്നെയാണ് റോഡ് പോകുന്നത്. പല സ്ഥലത്തും റോഡ് ഇടിഞ്ഞുപോയി പണി നടക്കുന്നുണ്ട്. ഹിമാലയത്തിലെ റോഡുകളിലൂടെ മഴക്കാലത്തുള്ള യാത്ര വളരെ അപകടം പിടിച്ചതാണ്. ചിലപ്പോൾ 1-2 ദിവസം വഴിയിൽ തന്നെ കുടുങ്ങിപ്പോയേക്കാം. സെപ്റ്റംബർ പകുതി മുതൽ ജൂൺ അവസാനം വരെ സുഖകരമായ യാത്രയാണ്. ഇതാണ് അന്വേഷിച്ചു വന്ന ദുർഗാക്ഷേത്രം. ഖോ നദിക്കരയിലായി റോഡിന് താഴെയായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിനടുത്തായി വളവിലൊരു ചായക്കടയുണ്ട്. ബൈക്ക് അവിടെ പാർക്ക് ചെയ്താണ് പോകുന്നത്. ഇതാണ് ക്ഷേത്ര ഗോപുരം. ഈ പടികളിലൂടെ താഴേക്ക് ഇറങ്ങി വേണം ക്ഷേത്രത്തിലെത്താൻ. പ്രായമായ ഇവരുടെ ഭക്തി ഈ ആയാസമെല്ലാം എളുപ്പമുള്ളതാക്കുന്നു. പടികളിറങ്ങി എത്തുന്നിടത്ത് ദുർഗയുടെ മാർബിളിലുള്ള ഒരു രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനടുത്തായി ഒരു റിഫ്രഷ്മെന്റ് ഏരിയ ഉണ്ട്. ഇവിടെ നിന്നും വീണ്ടും താഴേക്ക് കുറച്ചു പടികൾ പോകുന്നുണ്ട്. ഇടതുവശത്ത് പാറയും വലതുവശത്ത് നദിയുമാണ്. ഈ വഴി ചെന്നെത്തുന്നത് ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു ഗുഹയും വലതുവശത്ത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയും ഉണ്ട്.
ഇദ്ദേഹമാണ് ഇവിടുത്തെ പൂജാരി. ഉത്തരാഖണ്ഡുകാരൻ തന്നെയാണ്. കരിങ്കല്ലിൽ തീർത്ത ശിവലിംഗം. ഇതും പുരാതന കാലം മുതൽ ഇവിടെ ഉള്ളതാണ്. ഗുഹയ്ക്ക് ഇടതുവശത്ത് ഒരു ഹോമകുണ്ഡമുണ്ട്. ഗുഹാമുഖത്തിനടുത്ത് സഞ്ജീവനി മലയുമായി നിൽക്കുന്ന ഹനുമാൻ പ്രതിഷ്ഠയും ഒരു ദേവി പ്രതിഷ്ഠയും. ഈ ഗുഹയ്ക്കകത്തെ സ്വയംഭൂവായ ശിലയെയാണ് ദുർഗയായി ആരാധിക്കുന്നത്. ഇതാണ് ഗുഹ. ഒരാൾക്ക് ഇഴഞ്ഞു മാത്രം ഉള്ളിലേക്ക് പ്രവേശിക്കാനാകുന്ന 12 അടിയോളമുള്ള ഗുഹ. പൂജാരി ഇതിനകത്ത് ഇഴഞ്ഞു കയറിയാണ് ഈ വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്നത്. പൂജാരി താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നുള്ള നദിയുടെ കാഴ്ചയാണിത്. ഇപ്പോൾ ശാന്തമായി നീർച്ചാൽ പോലെ ഒഴുകുന്ന ഖോ നദി മഴക്കാലത്ത് ആർത്തലച്ച് പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ നിറഞ്ഞൊഴുകും. കഴിഞ്ഞ മഴക്കാലത്ത് ഈ കാണുന്ന മലകൾക്ക് മുകളിൽ മേഘവിസ്ഫോടനമുണ്ടായി വലിയ പാറകൾ വെള്ളത്തോടൊപ്പം കുത്തിയൊലിച്ച് നദിയിൽ വന്നു വീണു എന്നാണ് പൂജാരി പറഞ്ഞത്. ഹിമാലയത്തിലെ ഒരു പ്രത്യേക പ്രതിഭാസമാണ് മേഘവിസ്ഫോടനം. വർഷങ്ങളായി തനിയെ ഈ ഗുഹാക്ഷേത്രത്തിൽ പൂജകളുമായി കഴിയുന്ന ആളാണ് ഈ പൂജാരി. ഒരു പ്ലാവും പൂവളവും മറ്റും ഇദ്ദേഹം നട്ടുവളർത്തിയിട്ടുണ്ട്. താഴെ ആനകൾക്കായി കുറച്ച് വാഴകളും നട്ടുവെച്ചിട്ടുണ്ട്. മഴക്കാലത്തിന് മുമ്പ് ഈ നദിയിൽ ഒരു മുതലയുണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം വളർത്തിയ പ്ലാവ് കഴിഞ്ഞ് കെട്ടിടത്തിന്റെ കുറച്ച് തുറന്ന ഭാഗം കാണാം. ദുർഗാക്ഷേത്രമായതിനാൽ നവരാത്രി കാലത്ത് ഇതിനടുത്തുള്ള ഗ്രാമവാസികൾ കൂട്ടമായി പൂജകൾക്കായി ഇവിടെ എത്തും. ആ സമയം 9 ദിവസങ്ങളിലും അന്നദാനം നടത്തുന്നത് ഈ തുറന്ന സ്ഥലത്താണ്. തിരിച്ച് മുകളിലെത്തി ഒരു ചായ കുടിച്ചു.
ഇനി മടക്കയാത്ര. ഇടയ്ക്കുള്ള ഈ ഗ്രാമത്തിൽ നിന്നും ഒരാൾ കൈ കാണിച്ച് കൂടെ കയറിയിട്ടുണ്ട്. ഇദ്ദേഹം ഈ ഗ്രാമത്തിലെ സ്കൂളിൽ അധ്യാപകനാണ്. കോട്ട്ദ്വാറിലാണ് വീട്. തിരിച്ച് വീട്ടിലേക്ക് പോകാറുള്ളത് ഇതുപോലെയൊക്കെ തന്നെയാണ്. കോട്ട്ദ്വാർ അതിർത്തി എത്തിയിരിക്കുന്നു. ഇനിയത്തെ യാത്ര 100 കിലോമീറ്ററിലധികം ദൂരമുള്ള ഹസ്തിനപുരിയിലേക്ക്. കുരുവംശ രാജധാനിയുടെ ഇന്നത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.